ഒരു വ്യത്യസ്ത പ്രതിഷേധം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഈ പ്രതിഷേധത്തിന്റെ ലക്ഷ്യം എന്താണ് ഒന്ന് പറയോ? വെറൈറ്റി പ്രതിഷേധം. തീർച്ചയായിട്ടും ഈ ഇരിക്കുന്ന സാധനം മനസ്സിലാക്കാം. ഓക്കെ, ഇവനാണ് തെരുവ് നായൻ. ഡൽഹിയാണെന്നുണ്ടെങ്കിൽ ഇവരെ സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഇപ്പം അവിടെ നിങ്ങോട്ട് ബൈക്കിലോട്ട് വരിക, ഇത് സംഭവിക്കുന്നത് കൈയും കാലും പിടിഞ്ഞ് അവിടെ കിടക്കും, അല്ലെങ്കിൽ മരണപ്പെടും. അന്നേരം ഇവരൊക്കെ ബന്ധപ്പെട്ട അധികാരികൾ എന്തോ കുറേ റേത്തുമായിട്ട് വരും. രണ്ടാമത്തെ നിങ്ങൾ കുഞ്ഞുങ്ങൾ സ്കൂളുകളിൽ പോകുന്നതാണ്, കുറേ കൂടെ ചെന്ന് പള്ളിപ്പുരയിലായാലും ഉൾപ്പെടെ കുറേ കൂടെ ആണ് തെല്ലി പിടിക്കുന്നത്. എന്തിനാ മിറ്റത്ത് നമുക്ക് ഒരു ചെരുപ്പ് പോലിടാൻ പറ്റും. നമ്മളൊരു 500 രൂപ ഒരു ചെരുപ്പ് കടിച്ചിട്ട് വന്നാൽ പിറ്റേന്ന് വെളുപ്പിനെ അടുപ്പി വെക്കും. ആ സൈസ് ഒരു അവസ്ഥയാണ്. പറഞ്ഞാൽ ചെറുനാളെ കൊണ്ട് നമുക്ക് പുറത്തി മുട്ടിയ ഒരു നാടായി. താറാവിനെ വളർത്താൻ പോലും പറ്റാത്ത പറ്റുന്നില്ല. സാർപ്പെട്ട കോഴിമുട്ട പോലും നമുക്ക് കിട്ടുന്നില്ല. കാരണം ഇതിനെ ആക്രമിച്ച് ഓരോന്നിനെ കീഴ്പ്പെടുത്തുന്നു. പക്ഷേ ഇതിനെ നമ്മൾ വെറുക്കുന്നതുമില്ല, ഇതിനെ നമ്മൾ ഒഴിവാക്കണമെന്ന് പറയല്ല. പക്ഷേ ഇതിനെ ഉടായ്പ വന്ധീകരണം കാണിക്കാതെ നല്ല രീതിയിൽ വന്ധീകരിച്ച് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം, ശാശ്വത പരിഹാരം പറഞ്ഞാൽ വന്ധീകരണം നടത്തി ഇതിനെ, അതായത് പഞ്ചായത്തുകൾ, ഒരു പഞ്ചായത്ത് മാത്രമല്ല എല്ലാ പഞ്ചായത്തുകളും ഇതിനെ ഒരു സ്ഥലം കണ്ടെത്തി ഇതിനെ വേറെ സ്ഥലത്തോട്ട് മാറ്റണം. അല്ലെങ്കിൽ ഇനിയും പട്ടിയുടെ കടിയേറ്റി റോഡിൽ ഒരുപാട് പേര് മരണപ്പെടും, കുട്ടികൾ മരിക്കും. അത് മരണപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ശാശ്വതം ഇത് കണ്ടെത്തിയേ പറ്റും. ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എവിടുന്നാണ്? മഞ്ചേശ്വരം. എവിടെ? മഞ്ചേശ്വരം. മഞ്ചേശ്വരം അല്ലേ? കാസർഗോഡ് മഞ്ചേശ്വരം. ഇതിപ്പോ കാൽനടയായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. യാത്രയായിട്ട് അത് കേരളത്തിനുള്ള ഓൾ കേരള യാത്രയാണ്. എല്ലാ പഞ്ചായത്തുകളും പരാതി ഇതിന് മുമ്പും കൊടുത്തതാണ്. മുഖ്യമന്ത്രിയുടെ ഓർഡറും എനിക്ക് വന്നിട്ടുണ്ട്. അതിന് മുഖ്യമന്ത്രിയുടെ ഓർഡർ വന്നിട്ട് പറഞ്ഞാൽ എല്ലാ പഞ്ചായത്തുകളിലും ഇതിൻ്റെ ഫണ്ടും കാര്യങ്ങളും വിട്ടിട്ടുണ്ട്. പക്ഷേ അവർ പഞ്ചായത്തുകാർ ചെയ്തതിന് നമ്മളും തരുന്നുണ്ട്. പഞ്ചായത്തുകാരെന്ന് ചോദിക്കാൻ പറയാൻ സ്ഥലം കിട്ടുന്നില്ല, അത് കിട്ടുന്നില്ല. ഇതിന് നമ്മുടെ തോന്നേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഒപ്പിച്ചു കൊടുക്കാൻ പറ്റും. അത് അവരുടെ ഉത്തരവാദിത്തക്കുറവാണ്. ഇപ്പൊ കാൽനടയായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് യാത്രയാണ്. എത്രാമത്തെ ദിവസമാണത്? 23ാമത്തെ ദിവസം. 23ാമത്തെ ദിവസം കാൽനട യാത്രയും പിന്നെ തെരുവ് നാടകമൊക്കെ ചെയ്ത് ഒരു ബോധവൽക്കരണമൊക്കെ ചെയ്താണ് ഈ യാത്ര മുമ്പോട്ട് പോകുന്നത്. ഇത് സക്സസ് ആവുമോ? 100% എനിക്ക് മനസ്സിലാത്ത വിശ്വാസമായിട്ടുണ്ട്. വിജയം കണ്ടെത്തിയിട്ട് വരും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തെരുവാട്. പിന്നെ ഈ വീഡിയോ കാണുന്നവരുടെ ദയവ് ചെയ്ത് ഞാനൊരു കാര്യം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കടത്തിന്മേലാണ് കിടക്കുക, പമ്പുകൾ. വലിയ സാമ്പത്തികമൊന്നുമില്ല, കൂലിപ്പണിക്കാനാണ്. എന്താ പേര് പറഞ്ഞില്ല? നജീം കളങ്ങര. നജീം കളങ്ങര. കൊല്ലം ജില്ലയിൽ തേവലക്കരയിലാണ്. തേവലക്കര, കൊല്ലം. കൂലിപ്പണിക്കാനാണ്. എനിക്ക് കിട്ടിയ സമയങ്ങളാണ് ഇതൊക്കെ ഇറങ്ങി ചെയ്ത്. 90ാമത്തെയാണ്. പാതി മുക്കാലും വിജയിച്ചു. ഇതിൽ എനിക്ക് പറ്റുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ്. എനിക്ക് സാമ്പത്തികം ചെന്ന് സഹായിക്കണം ഒരിക്കലും ഞാൻ പറയത്തില്ല. എനിക്ക് ഒരു നേരത്തെ അന്നം, അത് വീട്ടിൽ നിറച്ച ചമ്മന്തിയും ഇച്ചിരി ചോറും ഇച്ചിരി ചൂട് വെള്ളവും കൂടെ എത്തിക്കാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ആ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ കിട്ടും, അല്ലെങ്കിൽ ഫോൺ നമ്പർ ഇതിനകത്ത് വെക്കുക. ഇച്ചിരി ആഗ്രഹമുണ്ട്, ആരെങ്കിലും കൊണ്ട് എത്തിച്ചാൽ വളരെ ഉപകാരമുണ്ട്. കാരണം പട്ടി കിടന്ന് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അതെ, നമുക്ക് വേണ്ടിയുള്ള യാത്ര, ഈ കാലം നിങ്ങൾക്കൂടെ വേണ്ടിയാണ്. എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതോ അതുകൊണ്ടാണോ ഇങ്ങനെ ഇറങ്ങിയത്? മക്കൾക്കോ? അല്ലല്ല, ഞാനൊരു സോഷ്യൽ വർക്കാണ്. എൻ്റെ വീട്ടിൽ ആരെയും പട്ടി എടുത്തിട്ടില്ല. ഈ ആരെയും പട്ടി കടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ്. ഇത് സക്സസ് ആകുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് നജീം കളങ്ങര എന്നാണ്. ഒന്ന് ഫോളോസ് ചെയ്യുക. ഫോളോസ് ചെയ്തില്ലെങ്കിലും അതിൽ വിളിച്ചിട്ട് നമ്പർ എടുത്ത് ഒരു നേരത്തെ അന്നം അതെനിക്ക് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ ഉപകാരമായി. തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള ഇത് ചെയ്യും. അത് നോക്കണം നമുക്ക്. ഓക്കെ, നമുക്കൊരു തെരുവ് നാടകം കൂടെ ചെയ്താലോ? ഇവിടെ അതിന് സൗകര്യം ഉണ്ടോ? പിന്നെ ഓക്കെ. അപ്പോൾ എന്തായാലും എൻ്റെ ചങ്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ നജീം എന്ന് പറഞ്ഞ ഈ സുഹൃത്ത് ഈ ഇറങ്ങിയിട്ടുള്ളത് അവർക്കുടേതായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല കേട്ടോ. ഞമ്മക്കും നമ്മുടെ മക്കൾക്കുള്ള ഒരു സുരക്ഷിതത്വം ആലോചിച്ചിട്ടാണ് ഈ ഇറങ്ങിയിട്ടുള്ളത്. കാരണം ജോലിയും കൂലിയും ഒക്കെ ഒഴിവാക്കിയിട്ട് ഇത്തരം ദിവസം കാൽനടയായിട്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു ഡെഡിക്കേഷൻ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തായാലും മൂപ്പരെ കാണുമ്പോൾ ഈ ഒരു സ്നേഹിതനെ കാണുകയാണെങ്കിൽ ഇവർ പറഞ്ഞ പോലെ ഇവർക്ക് സാമ്പത്തിക സഹായം ഒന്നും വേണ്ട. പക്ഷെ പറ്റുന്നവർ നിങ്ങൾ ആ ഒരു സമയത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണം അയാൾക്ക് കൊടുക്കുക. കാരണം
കാരണം അയാൾ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഇതിനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അയാൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ എന്തായാലും ഇയാൾ ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇയാളെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ കണ്ട് ഒരു ഇതിൽ പോവാതെ ഇത് വേണ്ടപ്പെട്ട ഒരു അധികാരികളുടെ കയ്യിൽ എത്തുന്നത് വരെ ഇത് മാക്സിമം ഷെയർ ചെയ്യുക, ഇത് സപ്പോർട്ട് ചെയ്യുക. ഇത് പറഞ്ഞ മാതിരി തന്നെ മൂപ്പളുടെ ഇൻസ്റ്റ ID ഉണ്ട്, അതിൽ കയറിയിട്ട് നോക്കുക. എന്തായാലും എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇങ്ങനത്തെ നല്ല മനുഷ്യന്മാർ നമ്മുടെ നാട്ടിൽ ഇന്നും ഉണ്ട് എന്നുള്ളതിൽ അഭിമാനിക്കുക. അപ്പോൾ എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.